അപ്സരയുടെ ആൽബി ചേട്ടൻ ആള് കൊള്ളാൻ കേട്ടോ. ലൈവ് കാണുന്നവരുടെ അവസ്ഥ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എല്ലാരെയും. പുള്ളി പറയാണ്, നമ്മള് ടി വിയിൽ 24/7 ഓൺ ആക്കി വെച്ച് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും ബിഗ് ബോസ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓടി വരും കാണാനായിട്ട്. ആ സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് സായിക്ക് നല്ല നടുവേന, മെഡിക്കൽ റൂമിലേക്ക് വരിക എന്ന്. സായിക്ക് നടുവേന വന്നതിന് ഞാൻ എന്തിനു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പണി ചെയ്യുമെന്ന് പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്ത്. അത് പറഞ്ഞതും എല്ലാരും ചിരിയായിരുന്നു. ആൽബിയുടെ എൻട്രി നല്ല രസമായിരുന്നു കേട്ടോ, വെറൈറ്റി എൻട്രി ആയിരുന്നു, എല്ലാരെയും പേടിപ്പിച്ച് കളഞ്ഞു. പുള്ളിയുടെ കൂടെ വന്ന ആള് ജീവനം കൊണ്ട് ഓടുന്ന കാഴ്ചയായിരുന്നു ലൈവില്. എല്ലാരും കൂടി വട്ടം കൂടി പുള്ളിയെ പിടിക്കവനെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലോ ക്രൂ മെമ്പറോ വല്ലോ ആയിരിക്കും. പുള്ളി പാവം ഓടി രക്ഷപ്പെടുന്ന കണ്ടു. പിന്നെ ആൽബിയെ കണ്ടതും അപ്സരയുടെ എല്ലാ വിഷമവും മാറി, മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു കണ്ടു. തുള്ളിച്ചാടുന്ന കാഴ്ചയാണ് കണ്ടത്, ശരിക്കും തുള്ളിച്ചാടുന്ന അപ്സര. അമ്മ എന്തൊരു അഭിനയമാണെന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടുമായിരുന്നു. കാരണം അപ്സരയുടെ അമ്മ പറഞ്ഞത് ആൽബിക്ക് ഷൂട്ടുണ്ട്, വരാൻ പറ്റിയില്ല എന്നൊക്കെയാണ്. പിന്നെ ആൽബി ജിൻഡോയോട് പറയുന്നുണ്ട്, ജിൻഡോയെ അപ്സര ഡാൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നൊക്കെ. പിന്നെ പുള്ളിയുടെ തന്നെ ഒരു പേഴ്സണൽ അനുഭവം ഒക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് കപ്പിൾ ഡാൻസ് കളിക്കുന്ന സമയത്തുള്ള അനുഭവമൊക്കെ രസമായിരുന്നു. ഫുൾ ചിരിയായിരുന്നു, കൂട്ടച്ചിരിയായിരുന്നു. എല്ലാവരും രസികനാണ് കേട്ടോ പുള്ളി. ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അപ്സര വേറെ ആളാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി വൈകിയാണ് ഫാമിലി വന്നത്, അതുകൊണ്ട് ആരും വരില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അതിന് കാരണം മഴയൊക്കെ ആയിരുന്നു രാവിലെ ചെന്നൈയില്. ലേറ്റ് ആയിട്ടാണെങ്കിലും അപ്സരയുടെ ഫാമിലി വന്നത് കൊണ്ട് എല്ലാവർക്കും സമാധാനമാണ്. ഫാമിലി റൗണ്ട് തീർന്നിട്ടില്ല, വരാനുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ ഒരു റിലീഫാണ് എല്ലാവരുടെയും മുഖത്ത്. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.